ഇതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇന്നലകളെ പരിപൂർണമായിട്ട് മറന്നല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയാൻ എത്രത്തോളം നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ നിമിഷത്തിൽ നമ്മളെ അനുഭവിക്കാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എത്രത്തോളം നമുക്ക് ഈ നിമിഷത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഈ നിമിഷത്തിൽ ആസ്വദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ നിമിഷത്തിൽ ആ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ആ സവിശേഷത അനുഭവിക്കാൻ സാധിച്ചാൽ ജീവിതം സൂപ്പറായി. പക്ഷേ പലപ്പോഴും പലർക്കും പല ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ കൊണ്ട് ഇത് അനുഭവിക്കാൻ ഉള്ള അവസരങ്ങൾ തരാറില്ല. അപ്പോൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നമ്മളായിപ്പോയി എന്നുള്ളത് നമ്മൾ ആദ്യം അങ്ങോട്ട് അംഗീകരിക്കുക. പക്ഷെ ഇത് അഹങ്കാരം സമ്മതിക്കില്ല. മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ഞാൻ ആയിപ്പോയി എന്ന് അഹങ്കാരം സമ്മതിക്കില്ല. പക്ഷെ അതിനെന്ത് പറയും? നീ ചെയ്തത് തെറ്റാണ്, അവൻ ചെയ്തത് തെറ്റാണ്, അവൻ കാരണം ഞാൻ ദുരന്തം അനുഭവിക്കുക, അവൻ ശരിയല്ല ചെയ്തത് എന്ന് ബലം പിടിച്ച് പറയാൻ തുടങ്ങും. മനസ്സിലായി? ഈ ബലം പിടുത്തമാണ് അഹങ്കാരം. ഈ ബലം പിടുത്തം മാറ്റിവെച്ച് നമ്മൾ എളിമപ്പെടണം. അവിടെ എളിമപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ഈ സർവശക്തനായിട്ടുള്ള ആ പ്രപഞ്ചത്തിൻ്റെ അനന്തത സൃഷ്ടിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷത ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ സവിശേഷത അനുഭവിക്കുമ്പോഴാണ് ശരിക്കും മനുഷ്യജന്മത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ നമ്മൾ എത്തുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആർക്ക് വേണേലും ആകാം. ഇത് ആരുടെയും കുത്തകയല്ല. ഇത് വിശ്വാസത്തിലിരിക്കുന്നവന് ഒരിക്കലും ഇത് സാധ്യവുമല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവനവന് അനുഭവിക്കാൻ പറ്റാത്തത് പഴയ അനുഭവത്തിൻ്റെ നിഴൽ, അതാണ് വിശ്വാസം. എന്തുകൊണ്ടൊരാൾ വിശ്വാസിയാകുന്നു? പഴയ കാലത്തെ അനുഭവത്തെ തുടച്ചു നീക്കാൻ പറ്റുന്നില്ല. പഴയ അനുഭവത്തിൻ്റെ നിഴൽ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ അനുമാനങ്ങളിലോട്ട് പോകേണ്ടി വരുന്നു. അപ്പോൾ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കും. മുറുകും തോറും കൈക്കും ശരീരത്തിനും ക്ഷീണം കൂടും. അയയും തോറും ആശ്വാസം പക്ഷെ മുറുകും. എന്തുകൊണ്ടാണ്? അഹങ്കാരം. വിട്ടുകൊടുക്കത്തില്ല, ആർക്കും വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുത്താൽ എന്തു സംഭവിക്കും? മറ്റുള്ളവർ മെച്ചപ്പെടുമെന്നൊരു തോന്നലാണ്. പക്ഷെ സത്യത്തിൽ വിട്ടുകൊടുക്കുന്നവനേ മെച്ചപ്പെടത്തുള്ളൂ. വിട്ടുകൊടുക്കുന്നവൻ മാത്രം മെച്ചപ്പെടുന്നു. വിട്ടുകൊടുക്കുമ്പോൾ അവനുമായിട്ട് സമ്പർക്കത്തിന് അനുഗ്രഹമുള്ള ആര് വന്നാലും അവരും രക്ഷപ്പെടും. അവർ രക്ഷപ്പെടുന്നതിൽ നമുക്കെന്താ കുഴപ്പം? ഞാൻ രക്ഷപ്പെടുന്നതിൽ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം നാത്തൂൻ്റെ കണ്ണുനീര് കാണാൻ ആങ്ങള ചാകണം. ആങ്ങള ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ സവിശേഷതയും എൻ്റെ സുഖവും എല്ലാം പോയിക്കോട്ടെ, പക്ഷെ ഞാൻ അവനെ രണ്ട് ചീത്ത പറയും. ഇവനെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഞാനെന്താ കാട്ടിക്കൂട്ടുന്നത്? ഞാനെന്താ അനുഭവിക്കുന്നത് എന്ന് സ്വന്തമായിട്ട് വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗം മൊത്തം പോയില്ലേ കൊച്ചെ? ഇത് വളരെ മംഗളമായിട്ടുള്ളൊരു ജന്മമാണ്. ഇത് ആരോടും ഇതിനകത്തൊരു കടപ്പാടുമില്ല. കടപ്പാട് ഇത് അനുഭവിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. കടപ്പാട് അതിഗംഭീരമാണ്, അനുഭവിക്കുന്നിടത്ത് അതിസുന്ദരമാണ്. ആർക്ക് വേണേലും ആകാം ഈ സുന്ദരമായിട്ടുള്ള ജീവിതം. ബലം പിടിച്ച് നിൽക്കുന്നവർ ബലം പിടിച്ച് നിന്ന് തളർന്ന് ക്ഷീണിച്ച് കൈയും കാലും കുഴഞ്ഞ് ഒടിഞ്ഞെവിടെയെങ്കിലും താഴെ വീഴും. അത്രേ സംഭവിക്കത്തുള്ളൂ. കാലുകൾ തളർന്ന്, കൈകൾ തളർന്നു, ഹൃദയം തളർന്നു, ഒരു രാഗവുമില്ല, അനുരാഗവുമില്ല, മനസ്സിലായ? മധുരഗീതങ്ങളില്ല. എപ്പോഴും സംഗീതത്തിലും നൃത്തത്തിലും ഇങ്ങനെ ഒഴുകി നടക്കുന്ന ജീവിതം, ജന്മം. എത്ര സുന്ദരമാണ് ഈ ജീവിതം. നിങ്ങൾ എന്നെ ചിലപ്പോൾ ഭ്രാന്തനെന്ന് വിളിക്കും, പക്ഷേ ഇത് ഭ്രാന്താണ് സത്യത്തിൽ. മനസ്സിലായി? ഈ ഭ്രാന്ത് വളരെ രസകരമായിട്ടുള്ള ഭ്രാന്താണ്. എൻ്റെ ഭ്രാന്ത് നിങ്ങളെന്തിനാ വേദനിക്കുന്നത്? നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ കുഴപ്പമുണ്ട്. മറ്റൊരുത്തൻ്റെ ഭ്രാന്ത്, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ കെവിന് ചെറിയ ഭ്രാന്തുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ആണ് അവനെ ഭ്രാന്തനാക്കുന്നത്. അവന് ഭ്രാന്തുണ്ടെന്ന് എനിക്കല്ലേ തോന്നിയത്? അവന് ഭ്രാന്തുണ്ടെന്ന് എനിക്കാ തോന്നിയത്. കാരണം അവൻ പറയണത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല, പക്ഷെ അവനറിയാം അവൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. അവന് ഭ്രാന്തുണ്ടെന്ന് എനിക്ക് തോന്നിയ നിമിഷം എനിക്ക് ആശ്വാസമാണ് തോന്നി. എന്താണ്?
കാരണം അവൻ്റെ കാര്യത്തിൽ വിലയിരുത്താൻ ഞാൻ ആരാണ്? കെവിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ ഞാൻ ആരാണ്? കെവിന് ഭ്രാന്തുണ്ടാകാതിരിക്കുക, അവൻ നന്നായിട്ട് ജീവിക്കുക, മോശമായിട്ട് ജീവിക്കുക, അതൊക്കെ അവൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന മാത്രമേ ഉള്ളൂ എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ നന്നായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നന്നായിട്ടിരിക്കുന്നതിൽ തുടരാൻ പറ്റും, നന്നായിട്ടിരിക്കുന്നതിൽ തുടർച്ചയുണ്ട്. സത്യമായിട്ട് എനിക്ക് തോന്നിയാണ്, ഇവനെന്താണ്, എൻ്റെ മകൻ എന്താണ് ഇങ്ങനെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത്? ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാരും. അവനെ കേൾക്കുന്നുണ്ട്. അവനെ കേൾക്കാനും അനുഭവിക്കാനുള്ള അവസരം ഞാൻ തടസ്സപ്പെടുത്താൻ പോകുന്നത് എന്തിനാണ്? ഞാൻ ചെയ്ത പൊട്ടത്തരം എന്താണ്? ഞാൻ പറയുന്നത് നീ കേൾക്കടാ, ഞാൻ പറയണത് നീ കേൾക്കടാ. ഞാൻ ആ പരിപാടി നിർത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തു മനസ്സിലായി? ഞാനാണ് അവനെ പ്രാന്തനെന്നും നല്ലവനെന്നും ചീത്തവനെന്നൊക്കെ ഞാനാണ് വിലയിരുത്തുന്നത്. എനിക്കെന്ത് അധികാരം? ആര് തന്ന അധികാരം അവൻ നല്ലവനാണെന്നും മോശക്കാരനാണെന്നും വിലയിരുത്താൻ? എൻ്റെ കാര്യം നോക്കി. സംഭവം സിമ്പിളാണ്, സംഭവം ഭയങ്കര സിമ്പിളാണ്, സംഭവം സൂപ്പറാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമാകാം.